പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യെശയ്യാവ് 38 അധ്യായം അതിൻ്റെ 5 വാക്യം. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥന കേട്ട് കണ്ണുനീർ കാണുന്ന ദൈവം. ഹല്ലേലൂയ. ഈ 38 അധ്യായം യെശയ്യാ പ്രവാചകന്റെ 38 അധ്യായം 1 മുതൽ നോക്കുമ്പോൾ എന്താണ് ഹല്ലേലൂയ കണ്ണുനീർ കണ്ടത്, എന്താണ് പ്രാർത്ഥന കേട്ടതെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. 1 മുതലുള്ള വാക്യം വായിക്കുന്നു. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്രിയ മക്കളെ നോക്കൂ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ ഇവിടെ ഹിസ്കിയാവിനോട് വന്ന് പറയുന്നത്, നീ മരിക്കത്തക്ക രോഗം നിനക്ക് പിടിച്ചിരിക്കുന്നു, നീ നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കണം. ഹല്ലേലൂയ. മുന്നമേ തന്നെ അവന്റെ കാര്യം വന്ന് പറയുക, നിനക്ക് രോഗം പിടിക്കിച്ചു, നീ മരിക്കും. ഹല്ലേലൂയ. നീ നിനക്ക് ക്രമീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം ക്രമം തെറ്റിക്കിടക്കുന്ന എന്താണെന്ന് നോക്കിയിട്ട് ഹല്ലേലൂയ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോഴാണ് ഹല്ലേലൂയ അവിടെ ഒരു വിടുതലൊക്കെ നടക്കുന്നത് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ 2 വാക്യത്തിൽ പറയും നോക്കൂ. ഹല്ലേലൂയ. ഹിസ്കിയാവ് ഇത് കേട്ടപ്പോൾ തന്നെ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോടെ പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. നോക്കൂ പ്രിയ മക്കളെ, നാം അല്ല നമ്മുടെ കാര്യം മറ്റുള്ളവരോട് പറയേണ്ടത്, മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയണം. ഹല്ലേലൂയ. അവർ വിശ്വസ്തയോടാണ് നടന്നേ, അവൾ ദൈവത്തിൻ്റെ കാര്യങ്ങളാ, അവൾ മറ്റുള്ളവരോട് കർത്താവിൻ്റെ വചനമായിരുന്നു പറഞ്ഞ് നടന്നേന്നൊക്കെ മറ്റുള്ളവരാ പറയുന്നത്, നമ്മൾ പറയല്ല ചെയ്യണ്ടേ. ഇവിടെ ഹല്ലേലൂയ പറയുക, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തത് ഹല്ലേലൂയ അറിയാമല്ലോ, ഓർക്കണമേ എന്നൊക്കെ പറയുക. ഹല്ലേലൂയ. നോക്കൂ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ ദൈവമാ നമ്മോട് പറയേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ പറയാ, നിന്റെ ഗ്രഹകാര്യം നീ ക്രമത്തിലാക്കണം. ഹല്ലേലൂയ. എന്താണ് കുറവ്? നമ്മുടെ കുറവ് നാം തന്നെ കണ്ടുപിടിക്കണം. വിശ്വസ്തതയും ഏകാഗ്രതയും ഉണ്ടെങ്കിലും കുടുംബത്തിൽ ക്രമീകരണമില്ലെങ്കിൽ ദൈവത്തിനറിയാം. പ്രിയ മക്കളെ, പോകേണ്ടതായ കാര്യങ്ങൾ നന്നായി നടക്കണമെങ്കിൽ ക്രമം തെറ്റിയത് ശരിയാക്കിയെങ്കിൽ മാത്രമേ ഒക്കെയുള്ളൂ. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ദിവസവും ചർച്ചയിൽ പോകും, എല്ലാ പ്രാർത്ഥനാ കൂട്ടത്തിലുമുണ്ട്, ഏത് സൂം മീറ്റിങ്ങിലുമുണ്ട്, എവിടെയും കാണാം. പക്ഷേ നിന്റെ ഭവനത്തിൽ എങ്ങനാ? നീ ക്രമീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവസന്നിധി എന്നെ ഉൾപ്പെടെയാണ് പറയുന്നത്. പ്രിയ മക്കളെ, നാം ഓരോരുത്തരും ചിന്തിക്കണം. ഹല്ലേലൂയ. പറയുവാനൊക്കെ എളുപ്പമാണ്. ഹല്ലേലൂയ. അത് ജീവിത പദത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ഹല്ലേലൂയ അതിൻ്റെ ക്രമീകരണം തെറ്റുമ്പോഴാണ് കർത്താപ്പച്ചൻ നമ്മോട് ചോദിക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, ഞാൻ ഏകാഗ്ര ഹൃദയത്തോടും വിശ്വസ്തയോടും നടന്നതൊക്കെ ഹല്ലേലൂയ എന്നോടൊന്ന് ഓർക്കണമേ. പ്രിയ മക്കളെ, നാം അല്ല പറയേണ്ട, നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയുവാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ക്രമം തെറ്റിയത് നാം ശരിയാക്കണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. എന്നിട്ട് 4 വാക്യം മുതൽ കരഞ്ഞ് ഹല്ലേലൂയ ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞെന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ഹല്ലേലൂയ. നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോടെ 15 സംവത്സരം കൂട്ടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്ക്, മരിക്കത്തക്ക രോഗം പിടിപെട്ടു. അവൻ ചുവരിൻ്റെ നേരെ ഹല്ലേലൂയ അവൻ്റെ ഹല്ലേലൂയ 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 മുഖം തിരിച്ച് പ്രാർത്ഥിച്ചു. യേശുപ്പച്ചൻ്റെ മുമ്പിൽ അവനെ തന്നെ ഹല്ലേലൂയ ദൈവം മുമ്പാകെ അങ്ങ് സമർപ്പിച്ചു. കർത്താപ്പച്ചൻ ആ പ്രാർത്ഥന കേട്ട് ആ കരച്ചിൽ കണ്ട് ഹല്ലേലൂയ 15 സംവത്സരം ആയുസ്സിനോട് കൂട്ടിക്കൊടുത്തു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന അപ്പൻ നമ്മുടെ കുറവുകൾ കണ്ടുപിടിക്കേണ്ടത് നാമാണ്. ഹല്ലേലൂയ. നോക്കൂ,
നോക്കൂ, അവൻ്റെ കുറവുകളൊക്കെ ഹല്ലേലൂയ ഏറ്റു പറഞ്ഞപ്പോൾ, യേശുപ്പ എന്നെ ഓർക്കണമേ, ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് യേശുപ്പൻ്റെ സന്നിധിയിലേക്ക് വീണ്ടും ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അപ്പൻ വിടുതൽ കൊടുക്കുക. ഹല്ലേലൂയ മരിക്കത്തക്ക രോഗമൊക്കെ മാറ്റിയിട്ട് 15 സംവത്സരം വീണ്ടും അതിനോട് കൂട്ടിക്കൊടുത്തു. പ്രിയ മക്കളെ, പിന്നെയും ഹല്ലേലൂയ പറയുന്നുണ്ട്, ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും, ഈ നഗരത്തെ ഞാൻ കാത്തു രക്ഷിക്കും. ഹല്ലേലൂയ നിനക്ക് മാത്രമല്ല ഹല്ലേലൂയ നിന്റെ ദേശത്തിന് വേണ്ടി ഹല്ലേലൂയ ഞാൻ കാത്തു പരിപാലിക്കും, അവിടെയും വിടുതലയക്കുമെന്ന് പറയുക. ഹല്ലേലൂയ നമ്മൾ ക്രമീകരിക്കുമ്പോൾ ഹല്ലേലൂയ നഗരത്തെ കൂടെ നമ്മുടെ ദേശത്തെ നമ്മുടെ കുടുംബത്തെയൊക്കെ രക്ഷിക്കുവാൻ തുടങ്ങും. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ കർത്താവപ്പച്ചൻ്റെ സന്നിധിയിൽ നമ്മൾ കുറവുകൾ ഏറ്റുപറയണം. നമ്മൾ പറയേണ്ടുന്ന കാര്യങ്ങളെല്ലാം പറയണം. ഹല്ലേലൂയ നോക്കൂ, എന്നിട്ട് പറയാണ് ഇതൊക്കെ നിവർത്തിച്ചു എന്നുള്ളതിനൊരു അടയാളം കൂടി കൊടുക്കുക, ചോദിക്കുക. ഹല്ലേലൂയ നോക്കൂ, ഹല്ലേലൂയ പിന്നെന്താണ് ആ അടയാളം കാണിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ പ്രിയ മക്കളെ. ഹല്ലേലൂയ എന്നിട്ട് 7-ാം വാക്യത്തിൽ പറയും, യഹോവ താൻ അരുളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കും എന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്കൊരു അടയാളമാകും. ആകാശത്തിന്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിയുമാറാക്കും. അങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി തിരിഞ്ഞു പോന്നു. ഹല്ലേലൂയ നോക്കൂ, അത്രയ്ക്ക് ഹല്ലേലൂയ അടയാള സഹിതമായി ഇവിടെ മാറ്റി കൊടുക്കുന്നത്. നമ്മുടെ അപ്പൻ കണ്ണുനീര് കണ്ട് മറികടക്കുന്ന അപ്പനല്ല, നമുക്ക് അതിന്മേൽ ഉത്തരം നൽകി തരും. അടയാള സഹിതമാണ് നമുക്ക് തരുന്നത്. പ്രിയ മക്കളെ, അപ്പൻ്റെ സന്നിധി നമ്മൾക്ക് ഹല്ലേലൂയ കുറവുകൾ ഏറ്റു പറയുമ്പോൾ നഷ്ടപ്പെട്ടത് അപ്പച്ചൻ നമുക്ക് നൽകി തരും. സമയം മാറ്റിത്തരുന്നു. ഹല്ലേലൂയ ക്രമീകരിക്കാൻ തുടങ്ങിയപ്പോൾ നഷ്ടപ്പെട്ടത് ലഭിക്കുക. ഹല്ലേലൂയ ദൈവമക്കളെ, പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ, നീ നിന്നെ തന്നെ ക്രമീകരിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ വിടുതലാ. ഹല്ലേലൂയ പ്രിയ മക്കളെ നോക്കൂ, ഹല്ലേലൂയ ഞാൻ രോഗം പിടിച്ച് മരിക്കുമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ അയ്യോ പത്തോന്ന് പറഞ്ഞിരിക്കുകയല്ലോ ചെയ്തത്. ചുവരിന്റെ നേരെ മുഖം തിരിഞ്ഞ് ഹല്ലേലൂയ അപ്പാ ഞാൻ ചെയ്തതൊക്കെ ഒന്ന് ഓർക്കണമേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ അപ്പൻ കരച്ചിൽ കേട്ട് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രിയ മക്കളെ നമുക്ക് മറുപടി നൽകി തരും. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഹല്ലേലൂയ നമുക്ക് നൽകി തരുവാൻ അപ്പൻ ഇന്ന് ശക്തനാണ്. ഹല്ലേലൂയ നോക്കൂ, ഇവിടെ നോക്ക്, ഘടികാരത്തിന്റെ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിയുമാറാക്കും. ഹല്ലേലൂയ നഷ്ടപ്പെട്ടതെന്താണ്? നിന്റെ സമയമാണോ? ഹല്ലേലൂയ അതിന്മേൽ എന്തൊക്കെ നഷ്ടമായി അത് നിനക്ക് തിരികെ തരുവാൻ അപ്പൻ ശക്തനാ. പ്രിയ മക്കളെ, ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ അതിന്മേൽ മറുപടി നൽകി തരുന്ന അപ്പൻ. ഹല്ലേലൂയ ഏത് രോഗത്തെ മാറ്റി തരുവാൻ ശക്തിയുള്ള അപ്പൻ, രോഗസൗഖ്യദായകനായ അപ്പനെയാ നമ്മൾ ഹല്ലേലൂയ ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത്, വിളിച്ചപേക്ഷിക്കുന്നത്. നമ്മുടെ അപ്പൻ നമ്മളെ കൈവിടുകയില്ല. സകലത്തിൻ മീതെ അധികാരമുള്ള കർത്താവപ്പൻ ഇന്നും നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നിലവിളി കേൾക്കും, നമ്മുടെ കണ്ണുനീര് കാണും. ഹല്ലേലൂയ ഈ ദിവസങ്ങൾ ഏത് വിഷയത്തിന്മേൽ ദൈവസന്നിധി വിശ്വസ്തയോടെ ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു അതിന്മേൽ ദൈവം പ്രവർത്തിക്കും. പ്രിയ മക്കളെ, കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ. ഹല്ലേലൂയ ഇവിടെ പ്രവാചകൻ വന്ന് നിനക്ക് മരിക്കത്തക്ക രോഗം പിടിപെട്ട് നീ മരിച്ചു പോകും, ക്രമത്തിലാക്കേണ്ടതെല്ലാം ക്രമത്തിലാക്കുക. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമ്മോടും പലരും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഇങ്ങനെയൊക്കെ രോഗമാ, നിനക്ക് മരിക്കത്തക്ക രോഗമാ, നിനക്ക് നീ ആരോഗ്യം ബലമൊക്കെ കിട്ടുന്ന എങ്ങനാ, നിന്റെ കുഞ്ഞുങ്ങളെ നോക്കുന്ന എങ്ങനാ, നിന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ചോദിച്ച് പലരും നിന്നെ ഹല്ലേലൂയ ഭാരപ്പെടുത്തിയിട്ടില്ലേ, പ്രയാസപ്പെടുത്തിയിട്ടില്ലേ? ഹല്ലേലൂയ ദൈവം ഇവിടെ പറയുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ നഷ്ടമായതിന് തിരികെ തരുവാൻ, നിന്റെ ആയുസ്സിനെ, നിന്റെ ശരീരത്തെ ഹല്ലേലൂയ നിന്റെ രോഗത്തെയൊക്കെ മാറ്റി തരുവാൻ ഞാൻ ശക്തനാണ്. ഹല്ലേലൂയ ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം, വിശ്വസ്തയോടെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. നമുക്കും കണ്ണുനീര് ഹല്ലേലൂയ ദൈവസന്നിധി ഒഴുക്കാൻ. പ്രിയ മക്കളെ, ദൈവ പാദപീഠത്തിൽ നമ്മുടെ മുഴങ്കാൽ മടക്കാൻ. പ്രിയ മക്കളെ, ദൈവം മറുപടി നൽകി തരും. വിശ്വസ്തയോടെ ഏകാഗ്രതയോടെ കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുകയാണോ അവിടെ വിടുതൽ നടക്കും. ഹല്ലേലൂയ നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. വചനം കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ പ്രയാസഘട്ടത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാം. അപ്പൻ മറുപടി നൽകി തരും. കർത്താവ് അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവ് ഭാരപ്പെടുത്തുന്ന ഏത് വിഷയത്തിലാണോ ദൈവത്തിന്റെ
ദൈവത്തിന്റെ അത്ഭുതകരം കാണുവാൻ ദൈവം സഹായിക്കണമേ. ആരെയും കൈവിടുന്ന അപ്പനല്ലല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിലേക്ക് ഓരോ മക്കളെ സമർപ്പിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഹിസ്കിയാവിനോട് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് പ്രേയർ ഹല്ലേലൂയ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും വലിയ വിടുതൽ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.